സംഗതി എനിക്ക് വിട്ടേര്. ഇതിലും ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ എന്റെ അനൗൺസ്മെന്റോട് മാത്രം അതിജീവിച്ചിട്ടുണ്ട്. എവിടെ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർഖം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ മൂർഖം പാമ്പിനെ തന്നെ നീ പാല് കൊടുത്ത് വളർത്തിയത്. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. അതിലുണ്ട് കേട്ടോ. ഇവനെ ഒതുക്കില്ലെങ്കിലേ അണ്ണന് നാട്ടുകാർക്കിടയിലുള്ള വിലയും നിലയും കംപ്ലീറ്റ് പോവും. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? ഇതൊരു പബ്ലിക് പ്ലേസാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. നീ ഈ നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ച് നശിപ്പിക്കും പട്ടി ചേറ്റ. നിന്റെ തൊലിക്കറപ്പും സൗന്ദര്യമില്ലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങൂന്ന് നീ വിചാരിച്ചോ? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ. ഞാനിപ്പോ അടിയുടെ ഇടിയുടെയും വെടിയുടെയും നടുവിലാണ്. അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ പോ പോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.